എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സോസേജ് കട്ട്ലറ്റ് ആണ്. അതിനുവേണ്ടി ഞാൻ എടുത്തത് 5 സോസേജ് ആണ്. അത് ഇതുപോലെ റൗണ്ടിൽ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 ഉരുളക്കിഴങ്ങ് അത് ചെറുതായി കട്ട് ചെയ്ത് ഉപ്പും കുറച്ച് വെള്ളവും മാത്രം ഒഴിച്ച് കുക്കറിൽ ഒരു വിസിലിന് വേവിച്ച് നന്നായിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 മുട്ടയിൽ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും മാത്രം ഇട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട്. ഒരു വലിയ സവാള ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് റൗണ്ടിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു 3-4 മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ അല്ലെങ്കിൽ കുരുമുളക് ചതച്ചത്. പിന്നെ ഞാനിതിലേക്ക് വേണ്ട ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബ്രെഡ് ക്രംസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് എണ്ണ വേണം, ആവശ്യത്തിന് ഉപ്പ് വേണം. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഇന്നത്തെ സോസേജ് കട്ട്ലറ്റിന് ആവശ്യമായിട്ടുള്ളത്. ഇനി അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ആദ്യം തന്നെ നമുക്ക് ഈ കട്ട് ചെയ്ത സോസേജിലേക്ക് കുരുമുളക് പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് നമുക്കൊരു 15 മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. നന്നായി ഫ്രൈ ആയി വന്നാൽ നമുക്കിതൊരു ടിഷ്യൂ പേപ്പർ വെച്ച് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്കിനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിഞ്ഞ് സോസേജ് നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലിടാം. മിക്സർ ജാറിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ട് ഫൈനായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. മിക്സ് ചെയ്തെടുത്ത സോസേജ് നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. സവാള നന്നായി വഴന്നു വന്നു കഴിഞ്ഞാൽ നമുക്കിനി അതിലേക്ക് ഇഞ്ചി ഇട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെ പച്ചമുളകൊക്കെ പോയി നന്നായി വഴന്നു കഴിഞ്ഞാൽ നമുക്കിനി അതിലേക്ക് പച്ചമുളക് ചേർത്ത് വഴറ്റാം.
പച്ചമുളക് മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ സോസേജ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. സോസേജ് ഓൾറെഡി ഫ്രൈഡ് ആണ്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർക്കാം, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇതൊന്ന് ഇരട്ട് വഴറ്റാം. പൊടികൾ വഴന്നു കഴിഞ്ഞാൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കറിവേപ്പിലയും ചേർത്തൊന്ന് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങി സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കുറച്ച് കുറച്ചായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ച് ഇതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് കുറച്ച് ചൂടാറാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടാറിയ കട്ട്ലറ്റ് മിക്സ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതിൽ നിന്ന് കുറച്ച് കുറച്ചെടുത്ത് നമുക്ക് ഒരു ഉണ്ടയാക്കിയെടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊരു കട്ട്ലറ്റ് മോൾഡ് ഉണ്ട്, അതിൽ വെച്ചിട്ടാണ് ഞാൻ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഷേപ്പിലാണിത് ആക്കിയെടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്കെല്ലാം ഈ മിക്സും ഇതുപോലെ ഒരു ഷേപ്പിലേക്ക് ആക്കി മാറ്റും. അങ്ങനെ എല്ലാ മിക്സും ഞാനിതുപോലെ മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഫ്രൈ ചെയ്യാനായി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. അതിനുശേഷം നമ്മൾ മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കട്ട്ലറ്റ് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്യാം. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് ക്രംസിൽ ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. കവർ ചെയ്ത കട്ട്ലറ്റ് നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ കട്ട്ലറ്റും ഇതുപോലെ കവർ ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലിട്ട് ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് നന്നായിട്ട് മുരിച്ചെടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞ് വന്നാൽ നമുക്ക് മറ്റേ സൈഡും
മറിച്ചിട്ട് മുരിച്ചെടുക്കാം. രണ്ട് സൈഡും മുരിഞ്ഞ കട്ട്ലറ്റ് നമുക്കിനി ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ യമ്മി ചിക്കൻ സോസേജ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള കട്ട്ലറ്റാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം വരുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്കൊരു പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.